കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് അശ്വതി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ലേൺവൈസിന്റെ എക്സാം സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോ ഫോക്കസ് 3.0, അതായത് നമ്മൾ മുൻകാല ചോദ്യപേപ്പർ അനാലിസിസ്, അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. മുൻകാലത്തെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് ഇനി വരാൻ പോകുന്ന എക്സാംസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പഠിക്കണം, ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതലൊന്ന് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ കൊണ്ട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് UG അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ എലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BCOS 184 ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്നത്തെ എക്സാം സ്പെഷ്യൽ സെഷൻ ആയിട്ടുള്ള ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോങ് ആയി കിടക്കുന്ന സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അനാലിസിസ് നമ്മൾ നടത്തിയിട്ട് പാസ്റ്റ് എക്സാം ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രെഡിക്റ്റീവ് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇഗ്നോ ഫോക്കസ് 3.0ന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഒരു കീ ഏരിയാസ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യത്തിന് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇനി വരുന്ന സ്ലൈഡുകളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്. ഈ ഒരു എക്സാം സ്പെഷ്യൽ ഗൈഡിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയ ആണത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. നമ്മൾ എൻറ്റയർ സിലബസിനെ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസ് ഒക്കെ വീണ്ടും വീണ്ടും വരുന്ന റിക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും വെച്ചിട്ട് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് വൺ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമ്മൾ മുമ്പത്തെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ആ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണത്. ഫോർത്ത് സ്റ്റേജിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സെഷനാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷന് വരാൻ ചാൻസ് ഉള്ള ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഏതാണെന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ. അതായത് ഇനി വരുന്ന എക്സാമിന് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ എക്സാം ട്രെൻഡ്സ് നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. സെവൻത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആണ്. ലേൺവൈസിന്റെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ആപ്പിൽ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഡാറ്റ ഡ്രിവൻ ഇൻസൈറ്റ് ഫോർ സക്സസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇഗ്നോ സിലബസ് BCOS 184 എന്ന് പറയുന്ന പേപ്പറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ സിലബസ് ഡീകോഡിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ ഫോമാറ്റ്സും കാര്യങ്ങളും എത്ര മാർക്സിനാണ് വരുന്നത് ആ ഒരു തീമും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് പ്രെഡിക്റ്റീവ് അൽഗോരിതംസ്. നമുക്ക് ഏതൊക്കെ ഏരിയാസിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ള ഒരു അൽഗോരിതം പാറ്റേൺ ട്രേസ് ചെയ്യാനും നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്.
നമ്മൾ ഈ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസും മോഡൽ അനാലിസിസ് ഒക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഒരു സ്മാർട്ട് വർക്ക് വഴി, കൂടുതൽ ഹാർഡ് വർക്ക് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്മാർട്ട് വർക്കിൽ ഏറ്റവും നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കവർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ എക്സാമിന് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷന്റെ ഒരു എയിം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു BCOS 184 ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു കൊമേഴ്സിന്റെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇലക്ട്രോണിക്സിന്റെ ആ ഒരു ഇലക്ട്രോണിക് IT ഒക്കെ ഒരു ഡെവലപ്മെന്റ്സ് വഴി നമുക്ക് എന്താണ്, നമുക്ക് വളരെയധികം പുതിയ പുതിയ ട്രെൻഡും കാര്യങ്ങളും പുതിയ പുതിയ ടേംസും ഒക്കെ എമോജ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കൺസെപ്റ്റ്സ് ലൈക്ക് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം, സൈബർ സെക്യൂരിറ്റി, ആപ്പ് ബേസ്ഡ് കൊമേഴ്സ് തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു സബ്ജക്റ്റിന്റെ പാർട്ടായിട്ടുണ്ട്. കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ ലിങ്ക് ചെയ്തിട്ട്, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വെച്ച് ലിങ്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. സെക്കൻഡ് സ്റ്റേജിലോട്ട് നമ്മൾ കടക്കുന്ന സമയത്ത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് വൈസ് ഏതൊക്കെ ടോപ്പിക്സ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ് നോക്കുന്ന സമയത്ത് കൂടുതൽ വരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് മീനിങ്, ടൈപ്സ്, B2B ബിസിനസ് ടു ബിസിനസ്, B2C ബിസിനസ് ടു കൺസ്യൂമേഴ്സ് തുടങ്ങി അങ്ങനെയുള്ള ആ ഒരു ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ എല്ലാം ഏരിയസിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവല്യൂഷൻ ഓഫ് ഇ കൊമേഴ്സിൽ നിന്ന് ഏകദേശം 2 പ്രാവശ്യത്തോളം കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മീഡിയം ലെവൽ കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇ കൊമേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒരു 3 ടൈംസോളം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലാണ് നമ്മളിത് ഈ ഒരു ടോപ്പിക്കിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. യൂണിറ്റ് 2 നോക്കുന്ന സമയത്ത് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ്, അതിൽ ടോപ്പിക് കീ എലമെന്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് മോഡൽസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം 5 പ്രാവശ്യം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മസ്റ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക് കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണേ. യൂണിറ്റ് 3 ടെക്നോളജി ഇൻ ഇ കൊമേഴ്സ് നോക്കുന്ന സമയത്ത് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഡിസൈനർ SDLC സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം 3 പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് എമേർജിംഗ് ടെക്നോളജീസ് ഇൻ ഇ കൊമേഴ്സ് എന്നുള്ള ഏരിയസിൽ നിന്ന് ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്ന കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ലോ ആണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ ടോപ്പിക് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ഇ പേയ്മെന്റ് സിസ്റ്റം നോക്കുന്ന സമയത്ത് അതിൽ യൂണിറ്റ് 5 ഇ പേയ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് നോക്കുന്ന സമയത്ത് പേയ്മെന്റ് ഗേറ്റ് വേസ്, ടൈപ്സ് ഓഫ് ഇ പേയ്മെന്റ്സ് ഒക്കെ 6 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ലെവൽ കാറ്റഗറിയിലാണ് ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡിഫറൻസസ് ഇ പേയ്മെന്റ് വേഴ്സസ് കൺവെൻഷണൽ 3 പ്രാവശ്യം ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് ക്രിപ്റ്റോ കറൻസീസ്, ഇ വാലറ്റ്സ് ഒക്കെ 4 പ്രാവശ്യത്തോളം ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടന്റ് ലെവലിലാണ് നമ്മളിത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് യൂണിറ്റ് 6 ഇ ബാങ്കിങ് നോക്കുന്ന സമയത്ത് EFT, നെഫ്റ്റ്, RTGS, UPI തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ഏകദേശം 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ഇമ്പോർട്ടൻസ് ലെവലിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് 2 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ബ്ലോക്കാണ്. അതിൽ യൂണിറ്റ് 7 വെബ്സൈറ്റ് ഡെവലപ്മെന്റിലെ HTTP വേഴ്സസ് HTTPS പ്രോട്ടോകോൾസ് 4 പ്രാവശ്യം ഫ്രീക്വൻസിയിൽ വന്നിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ലെവലിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ടൈപ്സ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 8 ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയർ നോക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ലൈക്ക് ഷോപ്പിഫൈ, SAP കൊമേഴ്സ് ക്ലൗഡ് ഒക്കെ 2 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലും. യൂണിറ്റ് 9 വെബ് സെർവർ ഹാർഡ്വെയറിലെ വെബ് സെർവർ ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഏകദേശം 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് ആണ്. അതിൽ യൂണിറ്റ് 10 സൈബർ സെക്യൂരിറ്റി, മീനിങ്, ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി, സൈബർ ത്രെറ്റ്സ് ആൻഡ് ബാരിയേഴ്സ് എന്ന് ഇതിൽ മീനിങ്ങും ട്രെൻഡ്സും ഇൻ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഏരിയാസിൽ നിന്ന് 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ലെവലിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സൈബർ ത്രെറ്റ്സ് ആൻഡ് ബാരിയേഴ്സ് 2 പ്രാവശ്യമാണ്. മീഡിയം കാറ്റഗറിയിലുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 12 IT ആക്ട് 2000 നോക്കുന്ന സമയത്ത് അതിലെ അമെന്റ്മെന്റ്സ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, പെനാൽറ്റീസ് തുടങ്ങിയിട്ടുള്ളത് ടോപ്പിക്കിൽ നിന്ന് 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹൈ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 5 വരുന്ന സമയത്ത് ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻസ്, അതിൽ തന്നെ യൂണിറ്റ് 13 ഇ ടെയിലിംഗ്
ഈ ടെയിലിങ്ങിലെ മോഡൽസ് 7Cs റീറ്റെയിൽ മിക്സ് 3 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 14 ഈ സർവീസസ്, ഈ പബ്ലിഷിംഗ്, ഈ ലേണിംഗ്, ഓൺലൈൻ എന്റർടൈൻമെന്റ്, ഈ ഒരു ഏരിയാസിൽ നിന്ന് ഈ പബ്ലിഷിംഗും ഈ ലേണിംഗും 4 പ്രാവശ്യം, ഓൺലൈൻ എന്റർടൈൻമെന്റ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ പബ്ലിഷിംഗും ഈ ലേണിംഗും നമ്മൾ ഹൈ കാറ്റഗറിയിലും ഓൺലൈൻ എന്റർടൈൻമെന്റ് ലോ കാറ്റഗറിയിലുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 15 ആപ്പ് ബേസ്ഡ് കൊമേഴ്സ്, സ്റ്റെപ്സ് ഫോർ ആപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ഫ്രെയിംവർക്ക് 3 പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആ ഒരു എക്സാം റെലവൻസ് വിഷ്വലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ബ്ലോക്ക് 2 ഇ പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. തൊട്ടു പുറകിൽ തന്നെ ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ഇ കൊമേഴ്സും, പിന്നെ ബ്ലോക്ക് 4 സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 3യും ബ്ലോക്ക് 5ഉം ഏകദേശം സെയിം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. രണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് ഇവന്റോ ബ്ലോക്ക് 3 ആണ് കുറച്ച് ഹയർ എങ്കിലും നമ്മൾ ഒരു വിഷ്വലി നോക്കുന്ന സമയത്ത് ഏകദേശം സെയിം ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ സംഭവം തന്നെ നമ്മളൊരു പൈ ചാർട്ട് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, ഹൈ കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ടോപ്പിക്സ് നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ എൻറ്റയർ എക്സാമിന്റെ മാർക്സും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഹൈ കാറ്റഗറി ടോപ്പിക്സിൽ നിന്ന് മാത്രം 51.4% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിൽ നിന്ന് 34.3% ക്വസ്റ്റ്യൻസും ലോ കാറ്റഗറിയിൽ നിന്ന് 14.3% ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. തേർഡ് സ്റ്റേജിലൂടെ കടക്കുന്ന സമയത്ത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എക്സാമിന്റെ എങ്ങനത്തെ പാറ്റേൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 20 മാർക്സിനാണ് ഒരു എസ് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പൊ അതിൽ ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിൽ വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ വേണം. കൺസെപ്റ്റ്സിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇപ്പൊ വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ഇ കൊമേഴ്സ്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി, ഡിസ്കസ് ദ 7 ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് 20 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പാരഗ്രാഫ് തിരിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതണം. ഒരു ഇൻട്രൊഡക്ടറി പാർട്ടും ഒരു കൺക്ലൂഷൻ പാർട്ടൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്സ് ഈച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രിപ്ഷൻ ബേസിൽ ആ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനത്തെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഫ് ആയിട്ടും ഫോക്കസ്ഡ് എക്സ്പ്ലനേഷൻസും വേണം നിങ്ങൾ ആ ഓരോ ടേംസിന്റെ ഈ ഒരു ആൻസറിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് നോട്ട്സ് ഓൺ ഓട്ടോമേറ്റഡ് ലെഡ്ജർ പോസ്റ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി. ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു സിംഗിൾ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. പക്ഷെ ആ ഒരു ടേംസിനെ കറക്റ്റ് ആയിട്ട് ടു ദ പോയിന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. തേർഡ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 10 മാർക്സിനൊക്കെയാണ് വരാറുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടേംസോ രണ്ട് കൺസെപ്റ്റോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടാബുലർ ഫോമിൽ, ഒരു ടേബിൾ ഫോമാറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തമ്മിലുള്ള ഡിഫറൻസസ് എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇ പേയ്മെന്റ് ആൻഡ് കൺവെൻഷണൽ പേയ്മെന്റ്. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും.
ഫോർത്ത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമന്ററി ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്സ് ഈച്ചിലാണ് വരാറുള്ളത്. നിങ്ങൾ ആ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഇതാണ് നിങ്ങളുടെ ഒരു ആൻസർ എങ്ങനെയാണ്, നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ്, കമന്റ് ഓൺ ഹൗ ഇ കൊമേഴ്സ് ഹാസ് ഫ്ലെക്സിബിലിറ്റി വിത്ത് 24/7 സർവീസ് കാപ്പബിലിറ്റി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ ഇ കൊമേഴ്സ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എങ്ങനെയാണ് ആ ഒരു ഇ കൊമേഴ്സിന്റെ എന്ത് ചെയ്യുക നമ്മുടെ സർവീസ് കാപ്പബിലിറ്റിനെ എങ്ങനെയാണ് കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആഡ് ചെയ്തിട്ട് ഒരു കമന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫിഫ്ത്ത് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേസ് സ്റ്റഡീസ് ആൻഡ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. 10 to 15 മാർക്സിനൊക്കെയാണ് വരാറുള്ളത്. ഇപ്പോ ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു എന്താ ഒരു നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ നോളജ് പ്രാക്ടിക്കൽ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ഫംഗ്ഷനിങ് ഓഫ് ഇ കൊമേഴ്സ് പ്ലെയേഴ്സ് സച്ചസ് പേടിഎം, മോൾ ഓർ ആമസോൺ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എന്താ പ്രാക്ടിക്കൽ ബേസിൽ പ്രാക്ടിക്കൽ കോണ്ടെക്സ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അടുത്തത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പാസ്റ്റ് എക്സാംസിന്റെ ബേസിസിൽ റിക്കറിംഗ് ആയിട്ട് വരുന്ന ഓരോ ബ്ലോക്കിൽ നിന്ന് റിക്കറിംഗ് ആയിട്ട് വരുന്ന യൂണിറ്റ്സും ഏരിയാസും ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പൊ ബ്ലോക്ക് 1 നോക്കുന്ന സമയത്ത് ബേസിക്സ് എന്നുള്ള ബ്ലോക്ക് 1 നോക്കുന്ന സമയത്ത് കൂടുതൽ വരുന്ന ഏരിയാസ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ് ആണ്, ഹൈ പ്രയോറിറ്റി ആണ്. വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ്എയും ഷോർട്ട് നോട്ട്സും ആണ്. ബ്ലോക്ക് 2 ഇ പേയ്മെന്റ് നോക്കുന്നത് പേയ്മെന്റ് ഗേറ്റ്വേസ് ഇ വാലറ്റ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ഹൈ ഫ്രീക്വൻസി തന്നെയാണ്. വരുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീനും കമന്ററി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ബ്ലോക്ക് 3 വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ HTTP/HTTPS ആൻഡ് ഹോസ്റ്റിംഗ് ടൈപ്സിൽ നിന്നാണ്, മീഡിയം ഫ്രീക്വൻസിയിലാണ് വരാറുള്ളത്. വരുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട്സ്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 4 സൈബർ സെക്യൂരിറ്റി, ട്രെൻഡ്സ് ആൻഡ് IT ആക്ട് അമെന്റ്മെന്റ്സ് ആണ്, ഹൈ ഫ്രീക്വൻസി എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് എസ്എ, ഷോർട്ട് നോട്ട്സ് ആൻഡ് കമന്ററി ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 5 ആപ്ലിക്കേഷൻസ്, ഇ-ടെയിലിംഗ് മോഡൽസ്, ആപ്പ് ഡെവലപ്മെന്റ്, അതിൽ ഫ്രീക്വൻസി മീഡിയം ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആണ് വരാറുള്ളത്. നമ്മൾ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്ലോക്സ് 1, 2 and 4 ആണ് കൺസിസ്റ്റന്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1, 2 and 4 ആണ്. ഇപ്പോൾ അതിൽ നിന്നുള്ള ടോപ്പിക്സ് ആയിട്ടുള്ള ഇ കൊമേഴ്സ്, പേയ്മെന്റ് മെത്തേഡ്സ്, സൈബർ സെക്യൂരിറ്റി ഒക്കെ റിക്കറിംഗ് ആയിട്ട് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നാണ് പറയണത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ നോക്കുന്ന സമയത്ത് കൂടുതൽ ഡിജിറ്റൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്, റിഫ്ലക്ടിംഗ് ഇൻഡസ്ട്രി ട്രെൻഡ്സ് തുടങ്ങിയിട്ടുള്ള ഏരിയാസിലോട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിന്റെ ചോദ്യം വരുന്നതിന്റെ അളവ് കൂടുതലാണ് കേട്ടോ. പിന്നെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് കൂടുതൽ കാണാറുള്ളത് 100 മാർക്സിൽ ഒരു 40% എസ്എ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പിന്നെ ഷോർട്ട് നോട്ട്സ് 20% ഷോർട്ട് നോട്ട്സും, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് 20%, കേസ് സ്റ്റഡീസ് ആൻഡ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 20% ആണ് വരാറുള്ളത് കേട്ടോ. പിന്നെ ബ്ലോക്ക് ലെവൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ബ്ലോക്ക് 1, 2 and 4 ആണ് കൂടുതൽ വരാറുള്ളത്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 ബേസിക്സിൽ നിന്ന് ഏകദേശം ആവറേജ് മാർക്ക് ഒരു 25 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബ്ലോക്ക് 2 ഇ പേയ്മെന്റിൽ നിന്ന് ഒരു 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബ്ലോക്ക് 3 വെബ്സൈറ്റ് ഡെവലപ്മെന്റിൽ നിന്ന് ഒരു 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും, ബ്ലോക്ക് 4 സൈബർ സെക്യൂരിറ്റിയിൽ നിന്ന് അറൌണ്ട് ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും, ബ്ലോക്ക് 5 ആപ്ലിക്കേഷൻസിൽ നിന്ന് അറൌണ്ട് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും ആണ് ജനറലി എക്സാമിന് ചോദിച്ചു കാണാറുള്ളത്. ഒരു ആവറേജ് മാർക്ക് അലോക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. ആ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും കൂടുതലും എസ്എ ക്വസ്റ്റ്യൻസ്, പിന്നെ ഷോർട്ട് നോട്ട്സ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കേസ് സ്റ്റഡീസ് ആൻഡ് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഈക്വലി തന്നെ ചോദിക്കാറുണ്ട്. ഏകദേശം 20 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസോളം ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ആ ഒരു പൈ ചാർട്ട് നോക്കുന്ന സമയത്ത് പെർസെന്റേജ് അലോക്കേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ബ്ലോക്ക് 2, പിന്നെ ബ്ലോക്ക് 1, പിന്നെ ബ്ലോക്ക് 4, പിന്നെ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 5. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്.
റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 ബേസിക്സിൽ നിന്ന് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷനിൽ ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. യൂണിറ്റ് 2 നോക്കുന്ന സമയത്ത് ബിസിനസ് മോഡൽസ്, കീ എലമെന്റ്സ് ഓഫ് ബിസിനസ് മോഡൽസും ചോദിക്കുന്നതാണ്. അപ്പൊ വന്നിട്ടുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ്, വാട്ട് ഈസ് എ ബിസിനസ് മോഡൽ, എക്സ്പ്ലെയിൻ ഇസ് കീ എലമെന്റ്സ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ഫ്രീക്വന്റ് ആയിട്ട് 4 പ്രാവശ്യം 3 പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 2 ഇ പേയ്മെന്റ് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 5 യൂണിറ്റ് 6 ഈ പേയ്മെന്റും ഈ ബാങ്കിങ്ങിലും പേയ്മെന്റ് ഗേറ്റ്വേസും നെഫ്റ്റ് RTGS ആൻഡ് IMPS വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ പേയ്മെന്റ് ഗേറ്റ്വേ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രോസസ് ആൻഡ് എക്സാമ്പിൾസ് 5 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നെഫ്റ്റ് RTGS ആൻഡ് IMPS 4 ടൈംസോളം ഫ്രീക്വന്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലോക്ക് 3 വെബ്സൈറ്റ് ഡെവലപ്മെന്റ് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 7 വെബ്സൈറ്റ് ഡെവലപ്മെന്റിലെ HTTP വേഴ്സസ് HTTPS, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ HTTP ആൻഡ് HTTPS തുടങ്ങിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. 3 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് സൈബർ സെക്യൂരിറ്റി യൂണിറ്റ് 10 സൈബർ സെക്യൂരിറ്റി ബേസിക്സ്, ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി, ഡിസ്കസ് 7 ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി 4 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 12 IT ആക്ട് നോക്കുന്ന സമയത്ത് IT ആക്ട് 2000 ആൻഡ് അമെന്റ്മെന്റ്സ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് IT ആക്ട് 2000 ആൻഡ് ഇറ്റ്സ് amendments in 2008 4 ടൈംസോളം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 5 ആപ്ലിക്കേഷൻസിലെ യൂണിറ്റ് 14 ഈ സർവീസസിൽ നിന്ന് ഈ പബ്ലിഷിംഗ് അപ്രോച്ചസ്, ഡിസ്കസ് ദ വാരിയസ് അപ്രോച്ചസ് ടു ഓൺലൈൻ പബ്ലിഷിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് അതിന് ആ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. മാർക്സ് അലോക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് ബ്ലോക്ക് 1 നിന്ന് 4 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. 20 മാർക്കോളം ആവറേജ് മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബിസിനസ് മോഡൽസ് ബ്ലോക്ക് 1 നിന്ന് 3 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 15 മാർക്കിനോളം വന്നിട്ടുണ്ട്. പേയ്മെന്റ് ഗേറ്റ്വേസ് ബ്ലോക്ക് 2 5 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 20 മാർക്സിന്റെ ആവറേജ് മാർക്സിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താ നെഫ്റ്റ് RTGS ആൻഡ് IMPS ബ്ലോക്ക് 2 4 ടൈംസോളം 15 മാർക്കിന് വന്നിട്ടുണ്ട്. HTTP വേഴ്സസ് HTTPS ബ്ലോക്ക് 3 മാർക്സിന് 3 ടൈംസ് ഫ്രീക്വന്റ് ആയിട്ട് 10 മാർക്സിനോളം വന്നിട്ടുണ്ട്. ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി ബ്ലോക്ക് 4 ടൈംസോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 20 മാർക്സിന് വന്നിട്ടുണ്ട്. IT ആക്ട് 2000 ആൻഡ് അമെന്റ്മെന്റ്സ് ബ്ലോക്ക് 4 നിന്ന് 4 ടൈംസോളം വന്നിട്ടുണ്ട്. 20 മാർക്സിന് വന്നിട്ടുണ്ട്. ഈ പബ്ലിഷിംഗ് അപ്രോച്ചസ് ബ്ലോക്ക് 5 3 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 15 മാർക്കിനും വന്നിട്ടുണ്ട് കേട്ടോ. ആവറേജ് മാർക്കാണ് പറയുന്നത്. എല്ലാ അറ്റംപ്റ്റിലും ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു ആവറേജ് മാർക്സ് അലോക്കേഷൻ ആണ് ടോപ്പിക് വൈസ് ഇപ്പൊ ഷെയർ ചെയ്തത്. നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു റെക്കമെൻഡേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബ്ലോക്ക് 4 ഈ 3 ബ്ലോക്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ബ്ലോക്ക് 3 ബ്ലോക്ക് 5 പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇ കൊമേഴ്സ്, പേയ്മെന്റ് ഗേറ്റ്വേസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബ്ലോക്സ് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില യൂണിറ്റ്സ് ഫോക്കസ് ചെയ്യുക. യൂണിറ്റ് 1 ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് 20 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. യൂണിറ്റ് 5
പേയ്മെന്റ് ഗേറ്റ് വേസ് 20 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. യൂണിറ്റ് 12 IT ആക്ട് ആൻഡ് അമെന്റ്മെന്റ്സ് 20 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി അഡ്വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവർ essay ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആ ഒരു ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കുക. നെഫ്റ്റ്, RTGS, പിന്നെ നമ്മൾ നേരത്തെ മുമ്പത്തെ സ്ലൈഡുകളിൽ പറയുന്നുണ്ടായിരുന്നു HTTPയും HTTPSും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കൂടുതലും ഇപ്പോഴത്തെ എക്സാംസിന് വരുന്നത് ഡിജിറ്റൽ അഡ്വാൻസ്മെന്റും സൈബർ സെക്യൂരിറ്റി, ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് വരാറുള്ളത്. ആ ഒരു എക്സാം പാറ്റേണും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ബൈ ബ്ലോക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബ്ലോക്ക് 2 പേയ്മെന്റിൽ നിന്നും സൈബർ സെക്യൂരിറ്റിയിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കാണുന്നത്. പിന്നെ ബേസിക്സ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാറുള്ളത്. മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ടോപ്പിക്സ് നോക്കുന്ന സമയത്തും നമുക്ക് വളരെയധികം ആ ഒരു പെർസെന്റേജ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് പേയ്മെന്റ് ഗേറ്റ് വേസ്, സൈബർ സെക്യൂരിറ്റി ട്രെൻഡ്സ്, IT ആക്ട് അമെന്റ്മെന്റ്സിൽ നിന്ന്, പിന്നെ ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സിൽ നിന്നൊക്കെ അറൌണ്ട് 14.8% ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയാസിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. HTTP വേഴ്സസ് HTTPS 7.4%, പിന്നെ നെഫ്റ്റ്, RTGS, IMPS 11.1%, പബ്ലിഷിംഗ് അപ്രോച്ചസും 11.1%, ബിസിനസ് മോഡൽസും 11.1%ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്, നമ്മൾ കഴിഞ്ഞ തവണത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരാം എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലോക്ക് 1 ബേസിക്സ്, യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ, ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സിൽ നിന്ന് എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ പ്രോബബിലിറ്റി റേറ്റിംഗിലാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. പിന്നെ യൂണിറ്റ് 2 ബിസിനസ് മോഡൽസിലെ കീ എലമെന്റ്സ് ഓഫ് ബിസിനസ് മോഡൽസും ഹൈ കാറ്റഗറിയാണ്. ബ്ലോക്ക് 2 പേയ്മെന്റിലെ യൂണിറ്റ് 5 പേയ്മെന്റിലെ പേയ്മെന്റ് ഗേറ്റ് വേസ്, പിന്നെ യൂണിറ്റ് 6 ബാങ്കിങ്ങിലെ നെഫ്റ്റ്, RTGS ആൻഡ് IMPS. ഈ ഒരു ടോപ്പിക്സ് മീഡിയം കാറ്റഗറിയിലാണെങ്കിൽ കൂടെ നിങ്ങളൊന്ന് വായിച്ചിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ബ്ലോക്ക് 3 വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, യൂണിറ്റ് 7 വെബ്സൈറ്റ് ഡെവലപ്മെന്റിലെ HTTP വേഴ്സസ് HTTPS ഹൈ കാറ്റഗറിയിലാണ്. എപ്പോഴും വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടേബിൾ ഫോർമാറ്റിലൊക്കെ ആൻസർ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബ്ലോക്ക് 4 സൈബർ സെക്യൂരിറ്റി, യൂണിറ്റ് 10 സൈബർ സെക്യൂരിറ്റി ബേസിക്സിലെ ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 12 IT ആക്ട് 2000 ആൻഡ് അമെന്റ്മെന്റ്സ് മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 5 ആപ്ലിക്കേഷൻസ്, യൂണിറ്റ് 14 സർവീസസ്, പബ്ലിഷിംഗ് അപ്രോച്ചസ് മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളൊരു സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് ആൻഡ് റെക്കമെൻഡേഷൻ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ബ്ലോക്ക് 1 യൂണിറ്റ് 1 കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാസ്റ്റർ ടൈപ്സ് സച്ചസ് B2B, B2C അങ്ങനെയുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഒന്ന് എഴുതി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. essay ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ റിയൽ വേർഡ് എക്സാമ്പിൾസും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കീ എലമെന്റ്സ് ഓഫ് ബിസിനസ് മോഡൽസ്, ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഫോക്കസ് ഓൺ എക്സ്പ്ലെയിനിങ് key elements like value propositions and revenue streams എന്നുള്ള ഏരിയ ആണ് വരുന്നത്. പേയ്മെന്റ് ഗേറ്റ് വേസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 കൂടുതലായിട്ട് എക്സാമ്പിൾസ് ലൈക്ക് റേസർ പേ, പേപാൽ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫോർത്ത് കാറ്റഗറി HTTP വേഴ്സസ് HTTPS, നമുക്കറിയാം അതിന്റെ ഒരു കമ്പാരിസൺ ആണ് വരാറുള്ളത്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 നിന്നാണ്. ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി ബ്ലോക്ക് 4 യൂണിറ്റ് 10 ആണ്. സ്റ്റഡി ട്രെൻഡ്സ് ലൈക്ക് റാൻസം വെയർ, ഫിഷിംഗ് ആൻഡ് IoT സെക്യൂരിറ്റി. ഇത് ഇ-കൊമേഴ്സ് സിനാരിയോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് നെഫ്റ്റ്, RTGS ആൻഡ് IMPS ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്നതാണ്. ഒരു ടാബുലർ കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ IT ആക്ട് 2000 ആൻഡ് അമെന്റ്മെന്റ്സ് ബ്ലോക്ക് 4 യൂണിറ്റ് 12 ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് സൈബർ ക്രൈം അതിന്റെ ആ ഒരു ഇതിലൊക്കെ വന്നിട്ടുള്ള അമെന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ തേർഡ് വൺ പബ്ലിഷിംഗ് അപ്രോച്ചസ് ബ്ലോക്ക് 5 യൂണിറ്റ് 14. അതിലെന്താണ് നമ്മൾ ഓൺലൈൻ പബ്ലിഷിംഗ് മോഡൽസ് വിത്ത് എക്സാമ്പിൾസ് ലൈക്ക് ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ് അതൊക്കെ വെച്ചിട്ട് ഒന്ന് വായിച്ച് അതൊക്കെ ഒന്ന് എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്ന സമയത്ത് ടോപ്പിക്സ് സച്ചസ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി ബ്ലോക്ക് 2 യൂണിറ്റ് 6, പിന്നെ ലെസർ യൂസ് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് മെത്തേഡ്സ് മേ അപ്പിയർ
അധികം ഒരു സ്റ്റഡി ടൈം നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് അല്ല. പക്ഷെ എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നമ്മുടെ ഒരു എക്സാമിന്റെ എഫക്റ്റീവ് പ്രിപ്പറേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് പോണേന്നുള്ളതൊന്ന് ഉറപ്പാക്കുക. പിന്നെ ബാലൻസ് ഉള്ള ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആവശ്യത്തിനുള്ള ടൈം മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സിന് കൊടുക്കുക. ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് വായിക്കുന്ന സമയത്ത് ഒന്ന് മനസ്സിരുത്തി തന്നെ വായിക്കുക. വീണ്ടും വീണ്ടും ആ ടോപ്പിക്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ടൈം കൊടുക്കണം എന്നില്ല. കൂടുതലും ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് തന്നെ കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടോപ്പിക്സ് വൈസ് നോക്കുന്ന സമയത്ത് കൂടുതലും ബേസിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 1 നിന്ന് അധികം വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എന്താണ്, ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 2 നിന്ന് ഹൈയും മീഡിയവും ഏകദേശം ഈക്വൽ തന്നെയാണ് വരുന്നത്. ബ്ലോക്ക് 3 നിന്നും ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത്. ബ്ലോക്ക് 4 നിന്നും ഹൈയും മീഡിയം ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. ബ്ലോക്ക് 5 മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറുള്ളത്. നമ്മൾ ആ ഒരു സ്റ്റഡി പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിന് സ്റ്റഡി പ്രയോറിറ്റി കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. 60% ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ 30% മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സിൽ നിന്നും ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 10%-നുമാണ് വരാറുള്ളത് കേട്ടോ. നമ്മൾ ഇനി ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ മുമ്പത്തെ എക്സാംസിന്റെ ബേസിസിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ബോർഡ് എക്സാമിന്റെ സെയിം ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 hours നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 100 മാർക്സിന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 8 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ 1 നോക്കുന്ന സമയത്ത് എ പാർട്ടിലെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇ കൊമേഴ്സ്, ഡിസ്കസ് ദ ഇവല്യൂഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇ കൊമേഴ്സ് ഇൻ ടുഡേസ് ബിസിനസ് വേൾഡ്. 10 മാർക്സിന് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് മോഡൽസ് വിത്ത് എക്സാമ്പിൾസ്. 10 മാർക്സ് ആണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ള മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുന്ന സമയത്ത് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബിസിനസ് മോഡൽ, ഡിസ്ക്രൈബ് ദ കീ എലമെന്റ്സ് ഓഫ് എ ബിസിനസ് മോഡൽ വിത്ത് എ ഫോക്കസ് ഓൺ ഇ-കൊമേഴ്സ്. 10 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട്, ഹൈലൈറ്റ് ദ ഇമ്പാക്ട് ഓഫ് എമർജിംഗ് ടെക്നോളജീസ് സച്ച് ആസ് AI ആൻഡ് ബ്ലോക്ക് ചെയിൻ ഓൺ ഇ-കൊമേഴ്സ്. 10 മാർക്സിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ പാരഗ്രാഫ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുന്ന സമയത്ത് എ പാർട്ടിലെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ പേയ്മെന്റ് ഗേറ്റ്വേസ്, ഡിസ്കസ് ദെയർ റോൾ ഇൻ എൻഷുറിംഗ് സെക്യൂർ ട്രാൻസാക്ഷൻസ് ഇൻ ഇ-കൊമേഴ്സ്. 10 മാർക്സിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് നെഫ്റ്റ്, RTGS ആൻഡ് IMPS as മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. 10 മാർക്സിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ HTTP ആൻഡ് HTTPS പ്രോട്ടോകോൾസ്. വൈ ഈസ് HTTPS എസെൻഷ്യൽ ഫോർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ്. 10 മാർക്സിന് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ക്രിട്ടിക്കൽ ഡിസൈൻ കൺസിഡറേഷൻസ് ഫോർ ഡെവലപ്പിംഗ് ആൻ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. 10 മാർക്സിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, എ പാർട്ടിലെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി ദാറ്റ് ആർ ക്രൂഷ്യൽ ഫോർ ഇ-കൊമേഴ്സ്. 10 മാർക്സ്. ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ, കമ്പയർ ദ IT Act 2000 വിത്ത് ഇറ്റ്സ് 2008 amendments in the context of digital security and e-commerce. 10 മാർക്സിന്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എനി 4 ഓഫ് ദ ഫോളോയിങ്. 5 തന്നിട്ടുണ്ട്, ഏതെങ്കിലും 4 5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. B2B and B2C e-commerce models, digital signature and electronic signatures, spoofing and phishing, symmetric encryption and asymmetric encryption, e-governance and e-commerce. Question number 7, write short notes on any 4 of the following. 5 മാർക്കാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്, ഏതെങ്കിലും 4 നിങ്ങൾ എഴുതിയാൽ മതി. E-ballots, e-publishing strategies, distributed ledger technology, DLT, steps in app development for e-commerce platforms, 9 pillars of digital India. 8th question, A പാർട്ടിലെ question, explain the concept of e-tailing, discuss its advantages for both retailers and consumers. 10 മാർക്സിനാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. ബി പാർട്ടിലെ question, what are the essential factors to consider before initiating an online fund transfer, provide examples. 10 മാർക്സിന്. അങ്ങനെ 8 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചെയ്യണ പോലെ തന്നെ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ മുമ്പത്തെ എക്സാംസിന്റെ ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ട് നമ്മൾ തരുന്നതാണ്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം.
കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.